ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം കൃഷ്ണ. ബജറ്റിലെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ചയായിരുന്നെങ്കിലും നിയമസഭയിൽ ഇന്ന് മുഴങ്ങിക്കേട്ടതെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവകാശവാദങ്ങളും പഴിപറച്ചിലുകളും. ഈ തിരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ നേട്ടമുണ്ടാക്കിയതിനെക്കുറിച്ചായിരുന്നു ഒരു ബിജെപി അംഗം പോലുമില്ലാത്ത സഭയിൽ ഭരണ പ്രതിപക്ഷത്തിന്റെ ചർച്ച. ബിജെപി നേട്ടത്തിൽ പരസ്പരം പഴിചാരി ചർച്ച മുന്നേറിയപ്പോൾ ഇരുകൂട്ടരും ഒരു വാദത്തിൽ ഒന്നായി. ദേശീയ തലത്തിൽ ബിജെപിയുടെ കുതിപ്പിന് കുറച്ചെങ്കിലും കടിഞ്ഞാണിടാനായത് വലിയ കാര്യമായി. എന്നാൽ കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ വീണ്ടും ബിജെപി സർക്കാർ വരില്ലായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം.വി. ഗോവിന്ദൻ പറഞ്ഞതിൽ മോദിക്കെതിരെ രാഹുൽ പോരാടിയപ്പോൾ രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു സിപിഎം എന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ എതിർവാദം. രണ്ടു പക്ഷവും കത്തിക്കയറിയപ്പോൾ വിരസതയകറ്റുന്നതായി ഇന്നത്തെ ധനാഭ്യർത്ഥന ചർച്ച. എം.വി. ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. കോവിഡ് കാലത്തെ കേരളത്തിന്റെ പ്രവർത്തനം ലോകമാകമാനം പ്രശംസിക്കപ്പെട്ടു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അമേരിക്കയിൽ നിന്ന് പോലും പ്രശംസിച്ചുവത്രേ. ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു സംസ്ഥാനമായല്ല, പ്രത്യേകമായ ഒരു രാജ്യമായാണ് കേരളത്തെ കണ്ടതെന്ന് ഇത്തിരി കടത്തിപ്പറയാനും എം.വി. ഗോവിന്ദൻ തയ്യാറായി. കോവിഡ് കാലത്ത് കേരളത്തെ പ്രത്യേക സംസ്ഥാനമായല്ല, ഒരു രാജ്യമായാണ് പരാമർശിക്കപ്പെട്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അടുത്ത മാർച്ച് മാസത്തോടെ കേരളം പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറും. എല്ലാവർക്കും വീടുണ്ടാകുന്ന സംസ്ഥാനവും എല്ലാവരും വിദ്യാഭ്യാസം നേടുന്ന സംസ്ഥാനവും കേരളമാകും. 62 ലക്ഷം പാവങ്ങൾക്കാണ് കേരളം ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നത്. കേരളം പാവങ്ങളുടെ കൈപിടിക്കുമ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ അദാനിയടക്കമുള്ള കോർപ്പറേറ്റുകൾക്കാണ് നേട്ടമുണ്ടാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ പരാജയം തങ്ങൾ പ്രതീക്ഷിച്ചതല്ലെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ബിജെപിയുടെ നേട്ടം കാണാതിരിക്കരുത്. ബിജെപി സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി. കോൺഗ്രസ് ആണ് ഇതിനുത്തരവാദി. എല്ലായിടത്തും വോട്ട് ചോർച്ചയുണ്ടായത് കോൺഗ്രസിനാണെന്നും അദ്ദേഹം വാദിച്ചു. രാജസ്ഥാനിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തതിനാലാണ് സിപിഎമ്മിന് അവിടെ ഒരു സീറ്റിൽ ജയിക്കാനായതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തമിഴ്നാട്ടിലും കോൺഗ്രസിന്റെ വോട്ട് നേടിയാണ് സിപിഎം ജയിച്ചത്. നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കും രാഷ്ട്രീയത്തിനുമെതിരായ പോരാട്ടം നടത്തിയ രാഹുലിനെ കേരളത്തിലെ സിപിഎം അവഹേളിക്കുകയാണ് ചെയ്തത്. സിപിഎം വോട്ട് പിടിച്ചത് ബിജെപിക്ക് വേണ്ടിയാണ്. സിപിഎം നേതാവ് തന്നെ പറഞ്ഞു ബിജെപിയുടേത് ഉശിരുള്ള സ്ഥാനാർത്ഥികളാണെന്ന്. ആലപ്പുഴയിൽ 1 ലക്ഷത്തോളം വോട്ട് ബിജെപി കൂടുതൽ നേടിയത് സിപിഎമ്മിൽ നിന്നാണ്. ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും കഴക്കൂട്ടത്തും നേമത്തുമെല്ലാം ഇതുതന്നെ സംഭവിച്ചു. കരിവന്നൂർ കേസിൽ നിന്ന് സിപിഎം നേതാക്കൾക്ക് രക്ഷപ്പെടാൻ തൃശൂരിൽ സിപിഎം ബിജെപി അന്തർധാര സജീവമായിരുന്നെന്ന് ചെന്നിത്തല ആരോപിച്ചു. തൃശൂർ DCC ഓഫീസിനു മുന്നിലെ കിണറ്റിലെ ചെളിക്കുണ്ടിലാണ് ഇത്തവണ താമര വിരിഞ്ഞത് എന്നായിരുന്നു ഭരണപക്ഷത്തുനിന്ന് പിന്നീട് സംസാരിച്ച പി. ബാലചന്ദ്രന്റെ അഭിപ്രായം. കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് തടയിടുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതപുരോഹിതരുടെ പരിലാളനങ്ങൾ ഏറ്റല്ല വളർന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. P.K. കുഞ്ഞാലിക്കുട്ടി, തോമസ് കെ തോമസ്, C.K. ഹരീന്ദ്രൻ, T.K. മധുസൂദനൻ, P.C. വിഷ്ണുനാഥ്, P.P. സുമോദ്, ലിൻഡോ ജോസഫ്, H. സലാം, P.K. ബഷീർ, E.T. ടൈസൺ മാസ്റ്റർ, M. രാജഗോപാൽ, V.D. സതീശൻ എന്നിവരും ചർച്ചയിൽ പങ്കുചേർന്നു. തുടർന്ന് മന്ത്രി K.N. ബാലഗോപാൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. നിയമസഭ ഇന്ന് 2 തവണ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനും സാക്ഷിയായി. അടിയന്തര പ്രമേയ വേളയിലും തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ പാസാക്കിയത് പ്രതിപക്ഷവുമായി ആലോചിക്കാതെയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്റെ അവസാനം സ്പീക്കർ നൽകിയ റൂളിംഗിൽ തൃപ്തരാകാതെയുമായിരുന്നു വാക്കൌട്ട്. മലബാർ മേഖലയിൽ +1 സീറ്റ് ക്ഷാമത്തെക്കുറിച്ചായിരുന്നു ഇന്ന് സഭയിലെ അടിയന്തര പ്രമേയം. സീറ്റിന് ക്ഷാമമുണ്ടായാൽ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. നിലവിൽ പ്രതിസന്ധിയില്ലെങ്കിലും മലപ്പുറത്തടക്കം 3ാം അലോട്ട്മെന്റിന് ശേഷം ആവശ്യമുള്ള സീറ്റുകൾ അനുവദിക്കാൻ തയ്യാറാണെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. അതേസമയം മലബാറിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് സീറ്റുകൾ അനുവദിക്കണമെന്നും സർക്കാരിന്റെ ആദ്യ 10 മുൻഗണനകളിൽ പോലും വിദ്യാഭ്യാസമില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മലബാറിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും N. ഷംസുദ്ദീനാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 8 കൊല്ലത്തിനിടയിൽ 1000 ബാർ നൽകിയ സർക്കാർ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് നൽകിയില്ലെന്ന് ഷംസുദ്ദീൻ വിമർശിച്ചു. മലബാറിലെ +1 സീറ്റ് സംബന്ധിച്ച് മന്ത്രിയുടെ കണക്കും യാഥാർത്ഥ്യവും പരസ്പര വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ കുറ്റപ്പെടുത്തി.
പൊന്നാനി താലൂക്കിലെ പാവപ്പെട്ട ഒരു കുട്ടി നിലമ്പൂരിലെ സ്കൂളിൽ പഠിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണെന്നും സർക്കാരിന് കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്ന നിലപാടാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരളത്തിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ആദ്യ മുൻഗണന നൽകിയിരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു. എന്നാൽ ഈ സർക്കാരിന്റെ ആദ്യ 10 മുൻഗണനകളിൽ പോലും വിദ്യാഭ്യാസമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. തിങ്കളാഴ്ച സഭ പാസാക്കിയ 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ, 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ എന്നിവ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ പാസാക്കിയ നടപടി സംബന്ധിച്ച് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, എൻ. ഷംസുദ്ദീൻ എന്നിവർ ഉന്നയിച്ച ക്രമപ്രശ്നങ്ങളിൽ മേലാണ് സ്പീക്കർ റൂളിംഗ് നൽകിയത്. സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ബന്ധപ്പെട്ട ചട്ടങ്ങൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാസാക്കിയ നടപടിയിലെ അപാകം സംബന്ധിച്ചാണ് ക്രമപ്രശ്നങ്ങളിലൂടെ ഉന്നയിച്ചത്. ഇപ്രകാരം ഒരു നടപടിയിലേക്ക് പോകുന്നതിലേക്കായി സഭയുടെ അനുമതി തേടാനുണ്ടായ സാഹചര്യം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി വിശദീകരിച്ചത് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. സഭയിൽ അവതരിപ്പിക്കുന്ന ധനവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെയോ അതിനായി രൂപീകരിക്കുന്ന സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് അയക്കുകയും പ്രസ്തുത സമിതികൾ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം തിരിച്ച് സഭയിൽ കൊണ്ടുവന്ന് പാസാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ സഭാചട്ടങ്ങളിലെ ഏറ്റവും ശക്തമായ നടപടിച്ചട്ടങ്ങളിൽ ഒന്നാണെന്ന് സ്പീക്കർ പറഞ്ഞു. വളരെ അടിയന്തര ഘട്ടങ്ങളിലും വ്യക്തമായ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ട ചട്ടങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിരവധി ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുകയും കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് അയക്കാതെ പൊതുചർച്ചകൾക്ക് ശേഷവും ചർച്ച കൂടാതെയും സഭയിൽ പാസാക്കിയിട്ടുണ്ട്. നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നതുപോലെ ധനവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെയോ സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് ശേഷം മാത്രം പാസാക്കുന്ന പ്രവണത തന്നെയാണ് ഏറ്റവും അഭികാമ്യം. എന്നാൽ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിനാൽ ബിൽ അടിയന്തരമായി പാസാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ടെന്നും സ്പീക്കർ എൻ. ഷംസുദ്ദീൻ റൂളിംഗ് നൽകി. സ്പീക്കറുടെ വിഷമം പരിമിതമായ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സർക്കാർ നടപടി തെറ്റായിരുന്നുവെന്ന് സ്പീക്കറുടെ വാക്കുകളിൽ വ്യക്തമാണെന്നും അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ മന്ത്രി ഭാവിയിൽ പ്രതിപക്ഷം ഇതൊക്കെ കേട്ട് അടങ്ങിയിരുന്നുവെന്നും പറയും. കേന്ദ്രത്തിൽ സംഘപരിവാർ സർക്കാർ ചെയ്യുന്ന അതേ നടപടി നിയമസഭയിലും തുടരുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്യുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. പെരിയാറിൽ ഏലൂർ ഫെറി ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം 13.56 കോടി രൂപയുടെ മത്സ്യനാശം ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സബ്മിഷന് മറുപടി നൽകി. മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അവ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു. മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നപ്പോൾ റെഗുലേറ്ററിന് മുകൾ വശത്തുനിന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ അളവിൽ ഒഴുകിയത് മത്സ്യനാശത്തിന് കാരണമായതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പെരിയാറിന്റെ തീരത്തു നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. TJ വിനോദാണ് സബ്മിഷൻ ഉന്നയിച്ചത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R. പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി, തിരുവനന്തപുരം.